അതിന്റെ ഒരു അപ്പൊ മിക്കവാറും വിനീത് ചെയ്യുന്നില്ലെങ്കിൽ ഞങ്ങളത് നോക്കാന്നുള്ളൊരു പ്ലാൻ ഉണ്ട്. തിരക്കഥാകൃത്ത് രാകേഷ് മണ്ടോടി ക്യൂ സ്റ്റുഡിയോയ്ക്ക് വേണ്ടി നൽകിയിട്ടുള്ളൊരു അഭിമുഖത്തിൽ പറയുന്നതാണത്. നമ്മൾ വിനീത് ശ്രീനിവാസന്റെ ഫിലിമോഗ്രാഫി എടുത്ത് നോക്കിയാൽ അതിൽ ഏറ്റവും വ്യത്യസ്തമായിട്ടുള്ള സിനിമ എന്ന് പറയുന്നത് തിര എന്ന് പറയുന്ന ചിത്രം തന്നെയായിരിക്കും. ഒരുപാട് പ്രത്യേകതകളുള്ളൊരു സിനിമയാണത്. ധ്യാൻ ശ്രീനിവാസൻ്റെ അരങ്ങേറ്റ ചിത്രമാണ്. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ശോഭന മലയാളത്തിലേക്ക് തിരികെ വന്നിട്ടുള്ളൊരു സിനിമയാണ്. അതുകൂടാതെ മലയാളത്തിൽ ആദ്യമായിട്ട് കാസ്റ്റിംഗ് ഡയറക്ടർ ഉപയോഗിക്കുന്ന സിനിമ തിര എന്ന് പറയുന്ന സിനിമയാണ്. ദിനേശ് പ്രഭാകർ ആയിരുന്നു അത്. അതുമാത്രമല്ല ജോമോൻ ടി ജോണിൻ്റെ ക്യാമറ, അതുപോലെ തന്നെ ഷാൻ റഹ്മാൻ്റെ മ്യൂസിക്, ഇതൊക്കെ ഗംഭീരമായിരുന്നു. എന്ന് തുടങ്ങുന്ന പാട്ടൊക്കെ ഇപ്പോഴും പലരുടെയും പ്ലേലിസ്റ്റിലുണ്ടായിരിക്കും. തിരയ്ക്ക് ഒരു രണ്ടാം ഭാഗം വരണമെന്ന് ഒരുപാട് പ്രേക്ഷകർ ആഗ്രഹിക്കുന്നുണ്ട്. ആക്ച്വലി ഇതൊരു ട്രിലോജി ആയിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്ന സിനിമ തന്നെയാണ്. പക്ഷേ ആദ്യ ഭാഗം ബോക്സ് ഓഫീസിൽ വീണ് പോയപ്പോൾ പിന്നീട് അതിന് തുടർഭാഗങ്ങൾ ഉണ്ടായില്ല എന്നുള്ളതാണ്. ഇപ്പോൾ 12 വർഷങ്ങൾക്ക് ശേഷം തിരയ്ക്ക് ഒരു രണ്ടാം ഭാഗം ഉണ്ടാവുകയാണെങ്കിൽ അവർ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് കണ്ടിന്യൂറ്റി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അന്ന് അഭിനയിച്ചിട്ടുള്ള പല താരങ്ങൾക്കും ഇപ്പോൾ പ്രായം കൊണ്ട് അവരൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട്. അപ്പോൾ കഥാപാത്രങ്ങളുടെയൊക്കെ തുടർച്ച മെയിൻറ്റെയിൻ ചെയ്യുന്നത് വലിയൊരു വെല്ലുവിളിയാണ്. ഇനി ഈ വെല്ലുവിളികളെയൊക്കെ മറികടന്നുകൊണ്ട് തിര 2 സംഭവിക്കുകയാണെങ്കിൽ അത് ധ്യാനല്ല, വിനീത് തന്നെ ചെയ്യട്ടെ.